Next program, 22nd program. Next program, 22nd program. Write a Python program to implement a random forest classifier using the scikit-learn library. Use the built-in iris dataset for classification. ഇവിടെ നമ്മൾ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ആണ് ഉപയോഗിക്കുന്നത്. ഈ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ എന്താണ്? റാൻഡം ഫോറസ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഡിസിഷൻ ട്രീസ്. കുറേ ഡിസിഷൻ ട്രീ എടുത്തിട്ടാണ് റാൻഡം ഫോറസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഈച്ച് ട്രീ ഈസ് ട്രെയിൻഡ് ഓൺ എ റാൻഡം സബ്സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഫീച്ചേഴ്സ്. പ്രഡിക്ഷൻസ് ആർ കമ്പൈൻഡ് യൂസിങ് മെജോറിറ്റി വോട്ടിംഗ്. ഭൂരിപക്ഷം കിട്ടുന്നത് വെച്ചിട്ടാണ് പ്രഡിക്ഷൻ നടത്തുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഐറിസ് ഡാറ്റാ സെറ്റ്. ദിസ് ഐറിസ് ഡാറ്റാ സെറ്റ് ഹാസ് 150 ഫ്ലവേഴ്സ്, 4 ഫീച്ചേഴ്സ്: സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. നമ്മൾ നേരത്തെ ചെയ്തതിൽ തന്നെ നേരത്തെ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ചെയ്തപ്പോൾ അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. 0 ക്ലാസ് 0 ആണെങ്കിൽ സെറ്റോസ, 1 ആണെങ്കിൽ വേഴ്സിക്കലർ, 2 ആണെങ്കിൽ വെർജിനിക്ക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റാൻഡം ഫോറസ്റ്റ് വർക്കിംഗ്. നമ്മൾ സപ്പോസ് വി വാണ്ട് ടു ട്രെയിൻ എ റാൻഡം ഫോറസ്റ്റ് വിത്ത് 5 ട്രീസ്. 5 ട്രീസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ ഒരു ട്രീ എടുക്കും. ഈച്ച് ട്രീ ഈസ് ട്രെയിൻഡ് ഓൺ എ ഡിഫറെന്റ് റാൻഡം സാമ്പിൾ ഓഫ് ദ ഡാറ്റ. ഇതാണ് നമ്മൾ ചെയ്യുക. At each split inside a tree, only a random subset of each tree is considered. Each tree learn a slightly different view of data set. എന്നിട്ട് നമ്മൾ കാണണം എന്ന് വിചാരിക്കുക. പ്രഡിക്ഷൻ നടത്തുന്നത് നമുക്കിപ്പം സെപ്പൽ ലെങ്ത് 5.1 എന്ന് പറഞ്ഞു, സെപ്പൽ വിഡ്ത്ത് തന്നു, പെറ്റൽ ലെങ്ത് തന്നു, പെറ്റൽ വിഡ്ത്ത് തന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഈ 150 ഫ്ലവേഴ്സിൽ നിന്ന് ആദ്യത്തെ ഒരു റാൻഡം സാമ്പിൾ ഫ്ലവേഴ്സ് എടുക്കും. ഒരു 130 ഫ്ലവേഴ്സ് എടുക്കും റാൻഡം സാമ്പിളായിട്ട് പിക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു 70 ട്രെയിനിങ് സെറ്റും 30 ടെസ്റ്റ് ഡാറ്റ എടുക്കും. 70 ട്രെയിനിങ് സെറ്റും 70%, 30% ടെസ്റ്റ് ഡാറ്റയായിട്ട് എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രഡിക്റ്റ് ചെയ്യുന്നത് അത് സെറ്റോസ് ആണെന്ന് പ്രഡിക്റ്റ് ചെയ്തു. അത് തിരിച്ചതിൻ്റെ അകത്തിട്ട് അടുത്തൊരു 100 അല്ലെങ്കിൽ 90 ഒരു സാമ്പിൾസ് എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തും 70 ട്രെയിനിങ് സെറ്റും 30 ടെസ്റ്റ് ഡാറ്റയും എടുക്കും. എന്നിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യുന്നത് സെറ്റോസയാണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ ട്രീ പ്രഡിക്റ്റ് ചെയ്യുന്നത് വെർസിക്കലർ, 4ാമത്തെ ട്രീ സെറ്റോസ, 5ാമത്തെ ട്രീ സെറ്റോസ. അങ്ങനെയാണ് ഭൂരിപക്ഷം ഇവിടെ കിട്ടുന്ന സെറ്റോസയായിരിക്കും ആണ്. ഉണ്ടോ? സെറ്റോസ 4 മെജോറിറ്റി ക്ലാസ് സെറ്റോസ. അപ്പോൾ സെറ്റോസയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ കോഡ് എന്താണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ കോഡ്. അപ്പോൾ നമുക്ക് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. മോഡൽ ആക്യുറസി 100%. എൻ്റർ ഫ്ലവർ മെഷർമെൻറ്റ് ടു ക്ലാസിഫൈ ഇൻ സെൻറ്റിമീറ്റർ. നമ്മൾ ഇൻപുട്ട് ഡാറ്റ കൊടുക്കണം. നമുക്ക് അതിനകത്ത് സെപ്പൽ ലെങ്ത് 4.3 സെൻറ്റിമീറ്റർ ടു 7.9 സെൻറ്റിമീറ്റർ. ഇതിലേതാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് നോക്കുക. സെപ്പൽ ലെങ്ത് അത് 5.1 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തു. സെപ്പൽ വിഡ്ത്ത് 4.1 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. പെറ്റൽ ലെങ്ത് 5.2 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. പെറ്റൽ വിഡ്ത്ത് 7.7 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. അപ്പം 0 ആണ് ഔട്ട്പുട്ട് ഇരുന്നത്. ക്ലാസ് 0 ആണ്. 0 എന്ന് വെച്ചാൽ സെറ്റോസയാണ്. 0 സെറ്റോസയാണ്. 1 വേഴ്സിക്കലർ, 2 വെർജിനിക്കയാണ്. അപ്പം പ്രഡിക്റ്റ് ഫ്ലവർ ടൈപ്പ് സെറ്റോസ എന്ന് പ്രഡിക്റ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കോഡൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ലൈബ്രറീസ് ഫ്രം scikit-learn dataset, import load iris, import train test split, import random forest classifier, import accuracy score. പിന്നെ ഐറിസ് ഡാറ്റാ സെറ്റ് ലോഡ് ചെയ്യാണ്. ലോഡ് ഐറിസ്, XY ഐറിസ് ഡാറ്റ, ഐറിസ് ടാർഗറ്റ്. പിന്നെ ടെസ്റ്റ് സെറ്റിനെ നമ്മൾ സാമ്പിളിനെ ടെസ്റ്റ് സെറ്റും
ട്രെയിനിങ് സെറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ടെസ്റ്റ് സൈസ് 0.3, റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഒരേപോലെ തന്നെ 70-30 എടുക്കണമെന്നാണ്. ദെൻ ക്രിയേറ്റ് ആൻഡ് ട്രെയിൻ ദ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ. ഇവിടെ നമ്മൾ ക്ലാസിഫയർ CLF റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ N എസ്റ്റിമേറ്റർ 100 ഇതാണ് നമ്മൾ ട്രെയിനിങ് സെറ്റാണ് എടുക്കുക. 100 ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ് എടുക്കുന്നത്. 100 ഡിസിഷൻ ട്രീക്കകത്തുനിന്നാണ് നമ്മൾ ഈ അവസാനം നമ്മൾ എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത ഫ്ലവർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 സാമ്പിൾ ഇതെന്നാണ് പറഞ്ഞത്, 5 ഡിസിഷൻ ട്രീ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഡിസിഷൻ ട്രീ 100 ആണ്, അത് ഓർക്കുക. ദെൻ ടെസ്റ്റ് ആക്യുറസി അത് നമ്മൾ നോക്കുന്നു. ആക്യുറസി 100 പെർസെൻറ്റേജിലായിരിക്കും. 2 ഡെസിമലിന് 100 തരുന്നു. ദെൻ ഗെറ്റ് യൂസർ ഇൻപുട്ട് വിത്ത് റേഞ്ചസ്. അപ്പം എൻ്റർ ഫ്ലവർ മെഷർമെൻറ്റ് ടു ക്ലാസിഫൈ ഇൻ സെൻറ്റിമീറ്റർ. സെപ്പൽ ലെങ്ത് എത്രയാ? 4.3 to 7.9 ആണ്. അതിലേതെങ്കിലും ഒരു വാല്യൂ ആണ്, നമ്മൾ ഇതിനുള്ളിലുള്ളൊരു വാല്യൂ ആണ് എൻ്റർ ചെയ്യേണ്ടത്. സെപ്പൽ വിഡ്ത്ത് 2.0 to 4.4, അതിനിടയിലുള്ളൊരു വാല്യൂ ആണ് എൻ്റർ ചെയ്യേണ്ടത്. പെറ്റൽ ലെന്ത് 1.0 to 6.9 ആൻഡ് പെറ്റൽ വിഡ്ത്ത് 0.1 to 2.5. ഇതാണ് എൻ്റർ ചെയ്യേണ്ട ഡാറ്റകൾ. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ദ ക്ലാസിഫയർ. പ്രെഡിക്റ്റ് ദ ക്ലാസ്, യൂസ് ഡാറ്റ. ഇത് സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. പ്രഡിക്ഷൻ നടത്തുന്നു. ക്ലാസ് CLF ഡോട്ട് പ്രഡിക്ഷൻ യൂസർ ഡാറ്റ 0 എന്ന് പറഞ്ഞാൽ 0 1 2 പ്രഡിക്റ്റ് ചെയ്യുക. പ്രിന്റ് പ്രഡിക്ഷൻ 0 ആണോ 1 ആണോ 2 ആണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യണം. മാപ്പ് പ്രഡിക്ഷൻ ടു ടാർഗറ്റ് നെയിംസ്. അപ്പാണ് പ്രിന്റ് ചെയ്യുക, എന്താണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതെന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് നമ്മളിതിൻ്റെ കോഡ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെടുക്കുക, ഇതിൻ്റെ സെറ്റേഴ്സിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ, താങ്ക് യു.